ആയിര ചേച്ചിയായിരുന്നു ഇവിടെ അപ്പുറത്തെ മെമ്പർ. അവരെടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അത് ശരിയാക്കി അവിടെ പായല് കെട്ടും, എന്തിനാ ശരിയാക്കുന്നത്, എന്റെ വഴി പോലും ശരിയാക്കാതെ അടക്കുന്നുണ്ടാവുന്ന ആ മെമ്പർ പറയും. അന്നത്തെ മെമ്പർ പിന്നീട് വീണ്ടും അഭിനാഥൻ കേറി അവൻ ജയിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നതിനകം പൂർത്തിയാക്കി തരും. റോഡ് കൊള്ളാവോ? സന്തോഷമായോ? കൊള്ളാവോ? റോഡ് കൊള്ളാവോ? ശ്വാസം വിടുന്നത് ശരി. പുറം ലോകത്തേക്ക് എത്താതിരുന്ന ശ്യാം എന്ന ഭിന്നശേഷിക്കാരൻ ഇനി പുറം ലോകം കാണും. അതിനു വഴിയൊരുക്കിയതാകട്ടെ അവന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമൊളിപ്പിച്ചു വച്ചിരിക്കുന്ന RS അബിൻ എന്ന വാർഡ് മെമ്പർ. കൊല്ലം മയ്യനാട് വലിയ വിളയിൽ കൊന്നയിൽ വീട്ടിൽ ശ്യാം എന്ന 38-കാരൻ. ജന്മന വൈകല്യങ്ങളോടെ പിറന്ന ശ്യാം താമസിച്ചു വന്ന വീട്ടിൽ നിന്നും റോഡിലേക്ക് നിരങ്ങി സഞ്ചരിക്കുമായിരുന്നു. പുറം ലോകത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആ വഴി തകർന്ന് കുണ്ടും കുഴിയും ആയതോടെ അവൻ്റെ പുറം ലോകത്തെ കാഴ്ചകൾ പതിയെ നിലച്ചു. പിന്നീട് വീട്ടിനുള്ളിൽ തന്നെയായി. പലപ്പോഴും ആരെങ്കിലും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോഴും മുടിമുറിക്കാൻ പോകുമ്പോഴുമാണ് റോഡിലെ കാഴ്ചകൾ കാണുന്നത്. അന്ന് വാർഡ് ഭരിച്ചിരുന്ന വനിതാ വാർഡ് അംഗത്തോട് പലവട്ടം തൻ്റെ വീടിൻ്റെ വഴിയൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞിട്ടും അവരാരും ചെയ്തു നൽകിയില്ല. പല കാരണങ്ങൾ പറഞ്ഞ് അവരത് ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വിജയിച്ചെത്തിയതാകട്ടെ നാടിൻ്റെ പ്രിയപ്പെട്ടവനായ RS അബിനായിരുന്നു. ശ്യാമിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പല കാര്യങ്ങളും അബിൻ ചെയ്തു നൽകി. തൻ്റെ കാലാവധി അവസാനിക്കും മുൻപേ ശ്യാമിൻ്റെ വീടിൻ്റെ വഴി കോൺക്രീറ്റ് ചെയ്തു തരുമെന്നും ഉറപ്പു നൽകി. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. ഇനി ശ്യാം ആരുടെയും സഹായമില്ലാതെ ഈ വഴിയിലൂടെ ഇഴഞ്ഞു നീങ്ങി സമീപത്തെ ഉത്സവങ്ങൾ കാണും. റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ കാണും. തൻ്റെ പഴയ സുഹൃത്തുക്കളെയുമൊക്കെ കാണും. ഇതിനെല്ലാം വഴിയൊരുക്കിയ RS അബിനെയും ഈ വഴിയിലൂടെ ചെന്ന് കാണും. അത്രത്തോളം സ്നേഹമാണ് ശ്യാമിന് അബിൻ എന്ന ജനകീയ മെമ്പറോട്. തൻ്റെ വീട്ടിലെ ഏതു കാര്യങ്ങൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാലും ഓടിയെത്തി ചെയ്തു നൽകുന്ന അബിനെ അത്രത്തോളം ഇഷ്ടമാണ് ശ്യാമിന്. മഴക്കാലമായാൽ വീടിനു പുറത്തെ ശൗചാലയത്തിൽ പോകുവാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വീടിനകത്ത് തന്നെ ഒരു ശൗചാലയം വേണമെന്നാണ് ഇനിയുള്ള ശ്യാമിൻ്റെ ആവശ്യം. മാത്രമല്ല, ഇഴഞ്ഞു നീങ്ങുമ്പോൾ കാലിൽ പലപ്പോഴും മുറിവുകൾ ഉണ്ടാവുന്നു. മുട്ടിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പും ആരെങ്കിലും വാങ്ങി നൽകിയാൽ എന്ന് ശ്യാം ആഗ്രഹിക്കുന്നു. ഈ റോഡ് ഒത്തിരി നാളുകൊണ്ട് മോശമായി കിടന്നതാ. ഞങ്ങള് മെമ്പർ വന്ന് എല്ലാം പുതുക്കി എല്ലാം ഇപ്പൊ റെഡിയാക്കി തന്ന് ഇപ്പൊ മോന് പോവാനും സൗകര്യമായി. ഇപ്പൊ വലിയ ഇതില്ലാതെ കിടന്നതാ. ഒരുപാട് നാള് മുമ്പേ വലിയ കുഴപ്പമായിട്ട് കിടന്നതാ. അവിടെ എല്ലാം നടന്നു പോവാനോ ഒന്നിനും വയ്യാത്ത വിധത്തിൽ കിടന്നതാ. ഇപ്പൊ മെമ്പർ അബിൻ വന്ന് ഞങ്ങൾക്ക് എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ട്. നേരത്തെ വെറും കുഴിയും കുഴിയായിട്ട് കിടന്നതാ. കല്ലും ഒക്കെ ആയിരുന്നു. മോന് പോവാൻ കാലെല്ലാം മുറിഞ്ഞു വാരി. ഇപ്പൊ എന്തായാലും അതെല്ലാം ശരിയായി. എന്നാലും ഇപ്പൊ പോവാം. മുറിഞ്ഞ് പൊട്ടി ഇപ്പൊ ഈ ഉത്സവത്തിന് പോയി കാലെല്ലാം പൊട്ടി വാരി പോയാൽ തനിയെ അവൻ മരുമം കൊണ്ടാക്കാന്ന് പറയാൻ അവൻ ജോലിക്ക് പോയിരിക്കും. എപ്പോഴും ഇവൻ പോകുമ്പോ അവന് കൊണ്ടുപോക്കാൻ പറ്റൂ. ഇവൻ മുമ്പേ അവിടത്തെ കൊട്ടൊക്കെ കേൾക്കുമ്പോ ഇവൻ അങ്ങ് പോയി ഇഴഞ്ഞ് അവിടെ ആ പോസ്റ്റിന്റെ അവിടെ ചെന്ന് ഇരുന്ന് കാലല്ലേ മൂട്ട്. എന്നിട്ട് അത് സഹിച്ചു പോവും. പോയി അവിടെ ചെന്ന് ഇരുന്ന് പിന്നെ അവൻ വന്നപ്പോഴത്തേക്ക് പൊക്കിയെടുത്ത് അങ്ങ് മേളിൽ കൊണ്ടിരുത്തി. വീട്ടിന്റെ മേളിൽ കൊണ്ട് ആ വീട്ടിൽ ആഗ്രഹം കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ കൊണ്ടിരുത്തി കണ്ട് ഇതെല്ലാം ഉത്സവം എല്ലാം തീരുമ്പോ തിരിച്ചു കൊണ്ടിഞ്ഞുണ്ടാക്കും. അല്ലാതെ പുറത്തോട്ടൊന്നും പോവാറില്ല. പോകുന്നത് എന്തെങ്കിലും മരുന്നിന്. ഇത് ശരിയാക്കുന്നുമ്പോ എന്നെ മരുന്നിന് കൊണ്ടുപോയത് എന്നെ എടുക്കാൻ ഇവിടെ ഇങ്ങ് ഇച്ചിരി എടുത്ത് മരുമോ വന്ന് ജോലിക്ക്